21 ലക്ഷം വിദ്യാർത്ഥികളാണ് 2024 നീറ്റ് എക്സാമിന് അഭിമുഖീകരിക്കുന്നത്. ഈ 21 ലക്ഷം കുട്ടികളിൽ 50,000-ഓളം കുട്ടികൾക്ക് മാത്രമേ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കിട്ടൂ. കാരണം അത്രമാത്രം സീറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSനുള്ളൂ. ആ 50,000 കുട്ടികളിൽ ഒരു കുട്ടി നിങ്ങളാവണമെങ്കിൽ നിങ്ങൾ 720 മാർക്കിൽ 600 മാർക്കിന് മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്യണം. അങ്ങനെ 600-ന് മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ 150-ൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ആയിട്ടുണ്ട്. കാരണം ഒരു ക്വസ്റ്റിന് 4 മാർക്ക്, 150 ക്വസ്റ്റിനും നിങ്ങൾ ശരിയാക്കിയാൽ നിങ്ങൾക്ക് 600 മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു എക്സാം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും 5ഓ 6ഓ ഡിപ്പെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 600 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ 150 ക്വസ്റ്റ്യൻ എഴുതിയാൽ പോരാ, നിങ്ങളൊരു 160-ൻ്റെ അടുത്ത് അല്ലെങ്കിൽ 160-ന് മുകളിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ പോലും ചില ആളുകളെങ്കിലും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ഞങ്ങൾ ഇത്രയും വലിയ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണോ, അല്ലെങ്കിൽ വെയിറ്റേജ് കൂടുതലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചാപ്റ്ററുകൾ മാത്രം നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് വെയിറ്റേജ് കുറഞ്ഞ ചെറിയ ചാപ്റ്ററുകളൊക്കെ ഒഴിവാക്കിക്കോട്ടെ എന്നുള്ള സംശയം നിങ്ങൾ ചോദിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ പാടില്ല. എപ്പോൾ നിങ്ങൾ പെട്ടുപോകുക? നിങ്ങൾ വെയിറ്റേജ് കൂടിയെന്ന് പറഞ്ഞ് നല്ലപോലെ പഠിക്കുന്ന ചാപ്റ്ററുകളിൽ നിന്ന് ടഫ് ക്വസ്റ്റ്യനും നിങ്ങൾ വെയിറ്റേജ് വളരെ കുറവാണെന്ന് വിചാരിച്ച് ഒഴിവാക്കി പോകുന്ന ചാപ്റ്ററുകളിൽ നിന്ന് സിമ്പിൾ ചോദ്യവും ചോദിച്ചാൽ നിങ്ങൾ പെട്ടുപോകില്ലേ? സോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മുഴുവൻ സിലബസും എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ ഈച്ച് ആൻഡ് എവറി കോർണറിൽ നിങ്ങൾ പഠിച്ചു പോവുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന പല കുട്ടികളും പ്രിപ്പറേഷൻ്റെ പല ഘട്ടത്തിലായിട്ടുണ്ടാവാം. ചിലരെങ്കിലും പെൻഡിങ് ആയിട്ട് കുറച്ച് ചാപ്റ്ററുകൾ പഠിക്കാൻ ബാക്കിയുണ്ടാവും. കെമിസ്ട്രി ആണെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂള്, ഒരുപക്ഷെ അനലിറ്റിക്കൽ കെമിസ്ട്രി ഒക്കെ പഠിക്കാൻ ബാക്കിയുണ്ടാവും. ഇങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. ഞാൻ പെട്ടെന്ന് നിങ്ങളോട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിൻ്റെയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെയും എക്സാമ്പിൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ്റെയും നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ്റെയും എക്സാമ്പിളൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. കാരണം നിങ്ങളോട് മറന്നു പോയിട്ടുണ്ട്. ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നിലവിൽ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് റേസ് വൺ ഷോട്ട് സീരീസുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. നിങ്ങളുടെ എല്ലാ ചാപ്റ്ററുകളും ഒരേ പ്രാധാന്യത്തോടു കൂടി എല്ലാ ടോപ്പിക്കുകളും നമ്മൾ റിവൈസ് ചെയ്യും. എല്ലാ ടോപ്പിക് വൈസ് ചോദ്യങ്ങളും നമ്മൾ റിവൈസ് ചെയ്യും. എല്ലാ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം കൂടെ ഒരു വൺ ഷോട്ട് സീരീസുമായിട്ട് ബേസ് വരികയാണ്. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുമുള്ള വളരെ ചെറിയ മണിക്കൂറുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സമയവും നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റിവെക്കുക. രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ പഠിക്കുക. ആ പഠിക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററുകളും റേസിൻ്റെ വൺ ഷോട്ട് സീരീസിൽ ഇന്ന് ഏത് ചാപ്റ്ററാണോ ഉള്ളത് ആ ചാപ്റ്റർ റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ലൈവിലും കൂടെ പങ്കെടുത്ത് നിങ്ങളുടെ റിവിഷനും നിങ്ങളുടെ പഠനവും നിങ്ങൾ പൂർത്തീകരിക്കുക കൂടെ നിങ്ങൾ ചെയ്യാം. ഇനി +2 കുട്ടികളോടാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടായിരിക്കും. ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങുക, ഫുൾ A+ വാങ്ങുക എന്നതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, നിങ്ങൾ നിലവിൽ ബോർഡ് എക്സാമിന് ആവശ്യമായുള്ള +2 ടോപ്പിക്കുകൾ മുഴുവൻ ഈ മാർച്ച് അവസാനമാകുമ്പോഴത്തേക്കും കവർ ചെയ്ത് കഴിയുമല്ലോ. അതിനുശേഷം നമുക്ക് +1-ൻ്റെ ടോപ്പിക്കുകൂടെ കവർ ചെയ്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമ്മുടെ നീറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, 21 ലക്ഷം ആളുകൾ എഴുതുന്ന ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ആ ഒരു സീരിയസോടുകൂടെ തന്നെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുക. റേസിൻ്റെ എക്സ്പീരിയൻസ് ഫാക്കൽറ്റി നിരയും റേസിൻ്റെ സിസ്റ്റവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും.